അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ 24 ഞാൻ കുറേ നാളായി ഇങ്ങനെ ഓൺ വോയിസ് ഇങ്ങനെ വന്നിട്ട്. കാരണം എന്താ? കാരണം എനിക്ക് ഭയങ്കര ഡിപ്രഷനല്ല, എനിക്ക് ഭയങ്കര ഇങ്ങനെ സ്റ്റക്കായിപ്പോയി ഞാൻ ജർമ്മൻ പഠിക്കുന്ന ആ ജേർണിയിൽ. അപ്പോൾ ഇന്നലെ എൻ്റെ മമ്മി ചോദിച്ചു, ഇപ്പോൾ എന്താ നീ ക്ലാസ്സിനൊന്നും കയറുന്നില്ലേ, ഇപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ നിൻ്റെ ജർമ്മൻ്റെ, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കെന്തോ ഭയങ്കരമായിട്ട് എന്ത് ഞാൻ ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു മൈൻഡില്ലേ, എന്തിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷനായിപ്പോയി. അപ്പം ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ പതുക്കെ സ്ലോ ആയിട്ട് ലൈഫ് കൊണ്ടുപോകാനുള്ളൊരു ഇതിലാണ്. കാരണം ഒന്നും റഷ് ചെയ്യണ്ട, പയ്യെ ചെയ്യാം അങ്ങനെയൊക്കെ. ഇപ്പോൾ ഗ്രാജുവേഷൻ്റെ സമയം അടുത്തപ്പോൾ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ടെൻഷനാണ്, അടുത്തത് എന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലായിടത്തുനിന്നും സ്ട്രെസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ബേൺ ഔട്ട് ആവാന്ന് പറയില്ലേ, അതേപോലെ ആയിപ്പോയി. എൻ്റെ ഈ 2026 തുടങ്ങിയത് ഭയങ്കര ഭംഗിക്കൊന്നുമല്ല, മീൻസ് നല്ല ഭംഗിക്കാണ് തുടങ്ങിയത്, പക്ഷെ എനിക്ക് അങ്ങനെ നല്ല ഭംഗിക്കല്ല പോകുന്നത്. ഭംഗി മീൻസ് നല്ല ഒരു എന്തൊക്കെയോ മിസ്സിങ് ഉള്ള പോലെ എനിക്ക് എൻ്റെ 2026 സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം മൊത്തത്തിൽ ബേൺ ഔട്ട് ആയ പോലൊരു ഫീലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് ട്രാക്കിലായി തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് അല്ലാതെ നല്ല സ്ലോ ആയിട്ട് എടുത്ത് എനിക്ക് തന്നെ ഞാൻ ടൈമൊക്കെ കൊടുത്ത് ഞാൻ തന്നെ ഓക്കെ ആയിട്ട് വന്നു തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ്സിൽ ഫുള്ള് സ്പീക്കിംഗ് ആയിരുന്നു, 1 മണിക്കൂർ സ്പീക്കിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അധികം സ്ട്രെസ്സൊന്നും തോന്നിയില്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു, തെറ്റ് വരുമ്പോൾ മാം തിരുത്തി തരുന്നു. അപ്പോൾ എനിക്കധികം ബുദ്ധിമുട്ട് തോന്നിയില്ല, എന്നെക്കൊണ്ട് പറ്റും അങ്ങനത്തെ ഒരു മൈൻഡേ വന്നുള്ളൂ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മീൻസ് ഈ കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക്. തെറ്റ് പറയാനാണെങ്കിൽ ഒരു കോൺഫിഡൻസ് വേണ്ട, ആ കോൺഫിഡൻസൊക്കെ എനിക്ക് പോയിട്ട് ആകെ ഞാൻ ഭയങ്കര ലോ ആയിട്ടുള്ള ടൈമായിരുന്നു. കഴിഞ്ഞൊരാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഞാൻ ട്രാക്കിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ആയല്ലോ. ഇനി എന്താ എക്സാം, 8ൻ്റെ എക്സാം എനിക്ക് വരുന്നത് ലാസ്റ്റിലാണ്, 31st മെയിൻ എക്സാം, മോഡൽ 27th. എന്നിട്ട് 8 കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ B1 സ്റ്റാർട്ട് ചെയ്യാനാണ് ഇതാക്കിയത്. കാരണം ഈ മന്ത് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ A2 കുറച്ചും കൂടി നന്നായിട്ട് തറവായിട്ട് പഠിച്ചിട്ട് B1 പോകുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് പെട്ടെന്ന് റഷായി പോകണ്ട, എന്തിനിങ്ങനെ റഷായി പോകുന്നു, പതുക്കെ പോയാൽ മതി എന്ന് തന്നെ ഞാൻ എന്നോട് പറഞ്ഞു. റഷായി പോകുമ്പോൾ നമുക്ക് തന്നെ മെൻ്റലി ഭയങ്കര സ്ട്രെസ്സാവുക. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്ലോ ആയിട്ട് എടുക്കുക എന്നതാണ്. ഫാസ്റ്റായിട്ട് പോകുന്ന ലൈഫാണ്, പക്ഷേ സ്ലോ ആക്കാൻ നോക്കുക, അതാണ് എൻ്റെ മിഷൻ. ശരി, അപ്പോൾ ടാറ്റാ.